Good morning. Good morning. Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Prayer ആരാണ്? Akhila. Okay. അഖില prayer start ചെയ്തോട്ടോ. അയ്യോ സോറി മാം, ഞാനല്ല. ഞാൻ ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ കോള് സോറി ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല. ഇന്ന് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് ക്ലാസ് തുടങ്ങിയതിനു ശേഷം. ഓക്കെ. അപ്പൊ ആരെങ്കിലും വേറെ ആരെങ്കിലും പ്രയറിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരാൾ ഗ്രീഷ്മ സ്റ്റാർട്ട് ചെയ്തോട്ടോ. പറഞ്ഞോട്ടാ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വാനവും ഭൂമിയും മണ്ണുമാകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. എന്തിനും നീതേ മുഴങ്ങട്ടെ ദൈവമേ, നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. താങ്ക് യു. സൈനിങ് ആരാണ്? സൈനിങ് പറയുമ്പോ നമുക്ക് 1 minute ഷോർട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സൈനിങ് പറയാട്ടോ. കോഡ്സ് ആണെങ്കിൽ അതായാലും പറഞ്ഞാൽ മതി. സൈനിങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഞാൻ തന്നെ പറയാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ഓൾ ടു അവർ ക്ലാസ്. ഞാൻ പറയുന്നത് കോഡ്സ് ആണ്. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നെൽസൺ മണ്ടേല. സൈൻ ബൈ അപർണ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രയറിനുള്ള ആളും അതേപോലെ സൈനിങ്ങിനുള്ള ആളും ഇവിടെ റെഡി ആയിരിക്കണം. അതേപോലെ സൈൻ ഔട്ട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. കാരണം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്താണോ എടുത്തത് ആ ക്ലാസ്സിൽ എടുത്തൊരു അതിന്റെ ഒരു കൺക്ലൂഷൻ രൂപത്തിൽ കാര്യങ്ങൾ ഇന്നതിനെ കുറിച്ചാണ് മിസ് ക്ലാസ് എടുത്തത്, അപ്പൊ ഇന്നതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ സൈൻ ഔട്ട് പറയാം, താങ്ക് യു പറയാം, അത്രേ ഉള്ളൂ. നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്ത ടീച്ചർക്ക് താങ്ക് യു പറയാം, ഓക്കെ, ലീവ് ചെയ്യാം. സൈനിങ് പ്രയർ സൈനിങ് സൈൻ ഔട്ട് കമ്പൽസറി ആണ്. പ്രയറിന്റെ കാര്യത്തിലൊരു ഇതും കൂടി ഉണ്ട്. നമ്മള് മോണ്ടിസോറി ഫോളോ ചെയ്യുന്ന ഭൂരിഭാഗം സ്കൂൾസും ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ CBSE ബേസ് ആയിരിക്കുള്ളൂ. അപ്പൊ മലയാളത്തിലെ പ്രയർ കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ചിലരോട് കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇംഗ്ലീഷിലെ പ്രയേഴ്സ് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ നോക്കുക, പ്രയർ ചെയ്യാനായിട്ട് നോക്കാട്ടാ. ഇംഗ്ലീഷ് ഒന്ന് ശ്രദ്ധിക്കാട്ടെ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പാർട്ട് 1 യൂണിറ്റ് 3 ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5
യൂണിറ്റ് 8 ചാപ്റ്റേഴ്സ് ആണ്. ആ 4 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് 1 യൂണിറ്റ് 3 ആണ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മൾക്കറിയാം കുട്ടികൾ എപ്പോഴും എങ്ങനെയാണ്, ഹെൽത്തി ആണോ? എല്ലാ കുട്ടികളും ഹെൽത്തി ആണോ എന്ന് വെച്ച് ചില കുട്ടികളിൽ പോഷകാഹാരക്കുറവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൽന്യൂട്രീഷന്റെ അളവുണ്ട്, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ ഉണ്ട്, പോഷകാഹാരക്കുറവ്. അതെന്തുകൊണ്ടാണ്? പ്രോപ്പർ എമൗണ്ട് ഓഫ് ഫുഡ്, പ്രോപ്പർ എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ പോഷകാഹാരക്കുറവ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു 6 months വരെയും അവരെങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും കഴിക്കുന്നില്ല, വേറെ ഫുഡുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ കഴിക്കുന്നില്ല. അവരാകെ എന്താണ് പറയാ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസും പിന്നെ എന്താ പറയാ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ഫീഡ് ചെയ്യുന്ന മൂലം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. 6ാം മാസം മുതലാണ് നമ്മൾ കുട്ടികൾക്ക് എന്ത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ 6ാം മാസം മുതൽ നമ്മൾ എന്തെല്ലാം ഫുഡാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കറക്റ്റ് രീതിയിൽ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. കാരണം അവർ ഹെൽത്തി ആയിരിക്കണം, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി വേണം, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ അവർക്ക് രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംരക്ഷണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ സംരക്ഷണം കിട്ടുന്ന ടൈപ്പ് ഫുഡ് വേണം. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തണം. സോ 6 months to ഒരു 3 years വരെയും വീടുകളിലാണ് കുട്ടികളുള്ളത്. അപ്പൊ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. കാരണം കമ്മ്യൂണിക്കറ്റബിൾ ഡിസീസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ സംസാരിക്കുന്നത് മൂലം അല്ലെങ്കിൽ ആൾക്കാരോട് പെരുമാറുന്നത് മൂലം വരുന്ന അസുഖങ്ങൾ കുറവായിരിക്കും. കാരണം എന്താണ്, അത് വേറെ ആരോടും ഫാമിലി മെമ്പേഴ്സിനോട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ, പുറത്താരോടും കോണ്ടാക്ട് ഇല്ല. പക്ഷെ ഒരു 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് എങ്ങനെയാണ് പുറത്തൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അവർ വരാണ്, നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരാണ്. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളായിട്ട് ഇടപെടുന്നുണ്ട്, അപ്പൊ അവരായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് വേണം, നമ്മൾ ഈ അസുഖമുള്ള കുട്ടീനെ മാറ്റി നിർത്തുക, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇമ്മ്യൂണിറ്റി വേണ്ടേ? ഇമ്മ്യൂണിറ്റി വേണ്ടി അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്താണ്? ഇമ്മ്യൂണിറ്റി ആണ്. നമുക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടാം? ഫുഡിലൂടെ ഫുഡിലൂടെ ഇമ്മ്യൂണിറ്റി കിട്ടാം അല്ലെ? പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ഗ്രോ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം കുട്ടികളുടെ? എഗ് പറഞ്ഞത് കേട്ടു, മിൽക്ക് പറഞ്ഞത് കേട്ടു, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻ ആൾക്കാരൊന്നും മിണ്ടൂലേ, സംസാരിക്കില്ല? എഗ് പയറുവർഗ്ഗങ്ങൾ, ഓക്കെ. നട്ട്സ്, മില്ലറ്റ്സ്, നട്ട്സ് വേണം. ഓക്കെ. മീറ്റ് വേണം, ഫിഷ്, ഫിഷ്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെ വേണം? നന്നായി വെള്ളം കുടിക്കണം. വിറ്റാമിൻ ഡി. ഓക്കെ. വൈറ്റമിൻ ഡി, എക്സസൈസ്. ഓക്കെ. പ്രോപ്പർ ആയൊരു ഫുഡ് ടൈം വേണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഫുഡ് ടൈം വേണം. കറക്റ്റ്. പിന്നെ അവരെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുത്താൻ നോക്കണം. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വാക്സിനേഷൻ എല്ലാതരം വാക്സിനേഷനുകളും എടുത്തിരിക്കണം. വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ എന്താടാ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം കുട്ടികളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഹെൽത്തി ഫുഡ് മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ, അൺഹെൽത്തി കൂടി ഇല്ലേ? ഏതൊക്കെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്? ഓയിലി ഫുഡ്, ജങ്ക് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, മിൽക്ക്, എഗ്,
ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്സ്. ജങ്ക് ഫുഡ്, മിഠായികൾ, ചോക്ലേറ്റ്സ്, ബേക്കറീസ്, ഓയിലി. സ്വീറ്റ്സ്. സ്വീറ്റ്സ്, ഒരു പരിധി ഏജ് വരെ അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിങ് വേണ്ടേ? വേണം. ഒരു 2 വയസ്സ് വരെയും 2.5 വയസ്സ് വരെയും കുട്ടികൾക്ക് അതും ഒരു പരിധി ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതല്ലേ ഇതിനെല്ലാം പുറമെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്? ഓക്കെ, നല്ലതാണ്. ഇത് പറഞ്ഞത് അൺഹെൽത്തി ഫുഡ്സ് ആണ് പറഞ്ഞത്. ഷുഗർ അടങ്ങിയിരിക്കുന്ന ഫുഡുകളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്, ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ എന്താണോ കൊടുക്കുന്നത്, നമ്മളുടെ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്താ ചെയ്യുന്നത്, അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കണം, കുട്ടികളോട് എങ്ങനെയെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യുന്നത്, ഒരുപാട് ചോക്ലേറ്റ്സും മിഠായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മള്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കുട്ടികളൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നു, അവരുടെ ബോഡിയിൽ ഷുഗറിന്റെ അളവ് കൂടാണ്. ഇന്നത്തെ ഒരു സർവേ പ്രകാരം 30 വയസ്സിന് മേലെയുള്ള ആൾക്കാര്, നിങ്ങളുടെ 30 വയസ്സിന് മേലെയുള്ള ആൾക്കാരൊന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും ഡയബറ്റിക് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ 100 പേരെ ടെസ്റ്റ് ചെയ്താൽ അതിൽ ഒരു 35% ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ച മിഠായിയുടെ റിസൾട്ടാന്ന് പറയാം, അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ ഡയറ്റില്, നമ്മുടെ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മളുടെ പൂർവികർ എങ്ങനെയായിരുന്നു, നമ്മുടെ ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു, അല്ലെങ്കിൽ അഗ്രേറിയൻ കൾച്ചർ ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ള എന്താ പറയാ അധ്വാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്. അന്നത്തെ ആൾക്കാര് ഒരുപാട് ഫുഡ് കഴിക്കും, ഇല്ലേ? ഒരു പാത്രം നിറച്ചും ചോറ് കഴിക്കുമായിരുന്നു. അന്ന് വേറെ ഒന്നും കഴിക്കാനില്ലായിരുന്നു അന്ന് നമ്മുടെ എന്താ പറയാ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ. അപ്പൊ അവരെന്താ കഴിച്ചിരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള റൈസും ചോറും, റൈസൊക്കെയാണ് കൂടുതലായിട്ട് എമൗണ്ട് കഴിച്ചിരുന്നത്. അതിനനുസരിച്ച് അവർ അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. പാടത്തും പറമ്പിലൊക്കെ പോയി നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യണേ, നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ചെയ്യുന്നത്. അധികം അധ്വാനം ആവശ്യമില്ലാത്ത, ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച്, ഇപ്പൊ ബാങ്കിങ് ആവട്ടെ, ഭൂരിഭാഗം കേരളത്തിലെ ആൾക്കാര് യങ്ങേഴ്സ് ചെയ്യുന്ന ജോബ് എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് ആണ്. അധ്വാനം ആവശ്യമില്ലാത്ത ജോബാണ് ചെയ്യുന്നത്, ഒരുപാട് അധ്വാനം ആവശ്യമില്ലാത്ത ജോബാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ പഴയ ആൾക്കാർ ഫോളോ ചെയ്ത അതേ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എന്തിന് ഇത്രയും ഫുഡ് കഴിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ അളവില് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും നമ്മുടെ ശരീരത്തിന് വേണം, അല്ലാതെ അനാവശ്യമായിട്ട് ഇതിന്റെ ആവശ്യം ഇല്ല. അപ്പൊ റൈസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ വില്ലനാണ്. കുട്ടികൾക്കില്ലേ, നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ ഒരു നിയമം വന്നിട്ടുണ്ട്, അംഗനവാടികളിലാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണേട്ടാ. റൈസ് ഉണ്ടല്ലോ, ചോറ് കൊടുക്കണത്. മുമ്പ് എങ്ങനെയായിരുന്നു, ചോറും ചെറുപയറായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ലാന്ന്. പുലാബ്, അതേപോലെ തന്നെ വേറെ ചോറിന് പകരം എന്തെല്ലാം ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് ചില അംഗനവാടികൾ സെലക്ട് ചെയ്തിട്ടുള്ള ചില അംഗനവാടികൾക്ക് അങ്ങനെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്, സർക്കുലർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, ഹെൽത്തി ആയിട്ട് കുട്ടികളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ അവർക്ക് മിൽക്ക്, എഗ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഗവൺമെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് നല്ലതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ് നല്ലതാണോ? അല്ല അല്ല, ഒരിക്കലും അല്ല. ഓക്കെ, അല്ല, ശരിക്കും പറഞ്ഞാൽ അല്ല. നിങ്ങളൊക്കെ ഇപ്പൊ വർക്കിംഗ് ആണോ? എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും? ഇല്ല. വർക്ക് ചെയ്യുന്നില്ല. കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പാസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോകും സ്കൂളുകളിൽ. അപ്പൊ മോർണിംഗ് 9 o'clock നമുക്ക് ആ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ എന്താ ചെയ്യാം, രാവിലെ എഴുന്നേക്കും, വീട്ടിലെല്ലാവർക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരിക്കും. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ടൈം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിക്കേണ്ട ഫുഡും ഏതാണ്? ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം.
ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ പ്രാക്ടീസിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ജോബിലൊക്കെ പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്താലും സ്കിപ്പ് ചെയ്യരുതെന്ന് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല. അതിപ്പോ ഒരു ആപ്പിൾ ആയാലും മതി, കുറച്ച് സാലഡ്, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ട് ഒരു സാലഡ് പോലെ ആയാലും മതി, അല്ല ഒരു ചപ്പാത്തിയും കുറച്ച് കറിയും മതി. അല്ലാതെ അതിനെ ഭയങ്കര ഒരുപാട് കഴിക്കണമെന്നല്ല പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഒരു ആപ്പിളും ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ചായയും കുടിച്ചാൽ മതി. അതിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ലഞ്ച് ടൈമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാം. റൈസ് കഴിക്കുന്നതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് റൈസിലുള്ളത്, അരി ഭക്ഷണത്തിലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മള് ലഞ്ച് കഴിഞ്ഞ് ഡിന്നർ കഴിക്കുമ്പോ എന്താണ് ഒരു ടൈം വെക്കാം. എല്ലാവരും എത്ര മണി നമ്മള് ഡിന്നർ കഴിക്കണേ? 9:30. 9 മണി. 8:30. 7:30. 7:30. ഓക്കെ, 7:30 കഴിക്കുന്നവര് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കും. എന്നല്ല, 7:30 7 മണി ആ സമയത്താണ് നമ്മൾ ലഞ്ച് കഴിക്കേണ്ടത്. നിങ്ങള് എന്താ ടീച്ചർ ഇങ്ങനെ പറയണേ? ഞങ്ങളുടെയൊക്കെ വീട്ടില് 10 മണിക്കും 9:30-ക്കൊക്കെയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതെന്താണ് ഈ ടീച്ചർ ഇങ്ങനെ പറയണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഫുൾ ടൈമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബോഡി ഇല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോഴും ആ ഓരോ വർക്കിലും ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബോഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ടേ? അപ്പോ ഈ ബോഡിയിൽ നമ്മളിപ്പം ഫുഡൊക്കെ കഴിക്കുമ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞ ഷട്ട് ഡൗൺ ചെയ്തത് സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡി എന്ത് ചെയ്യണം? അതിനും റെസ്റ്റ് ആവശ്യമാണ്. അധികം ഒരുപാട് നേരം വേണ്ട. നമ്മളിപ്പോ ഈ കഴിക്കുന്ന രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബോഡി ഒന്ന് റെസ്റ്റ് ചെയ്യണത് എത്ര മണിയാകുമ്പോഴാന്ന് അറിയാമോ? ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയമാണ്. 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ബോഡി എന്തെങ്കിലും റെസ്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ വർക്ക് കൊടുക്കരുത്. നമ്മുടെ ബോഡിക്ക് ഒരുപാട് ലോഡായിട്ടുള്ള വർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അപ്പൊ നമ്മൾ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ നേരത്തെ ഫുഡ് കഴിക്കാം. അത് നമുക്കൊരു ബെനിഫിറ്റ്സ് ആണ്. കുറച്ച് ഫാസ്റ്റിംഗ് കൂടുതൽ ടൈം എടുക്കുന്നത് നല്ലതാണ്. അത് 7 മണിക്ക് ഭക്ഷണം, നമ്മൾ 7 മണി 8 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ലഞ്ച് എത്ര നേരത്തെ കഴിക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ കഴിക്കുന്നത് നല്ലതാണ്. സോ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എത്ര നേരത്തെ കഴിക്കാൻ പറ്റുന്നോ അതും നല്ലതാണ്. ബ്രേക്ക് ദ ഫാസ്റ്റ്. നമ്മൾ ഫാസ്റ്റ് എടുത്തിരിക്കുകയാണ്, ഇത്രയും അവേഴ്സ് ഒരു ഭക്ഷണം കഴിക്കാണ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫാസ്റ്റ് എടുത്തിരിക്കുകയാണ്. സോ ആ ഫാസ്റ്റ് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തായിട്ടിരിക്കാൻ പറ്റുള്ളൂ? ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഫുഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റ് എന്നാണ്. ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർഡ് ഹെൽത്തി ഫുഡ് ഫോർ ദെയർ പ്രോപ്പർ ഡെവലപ്മെന്റ്. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മള്. സാധാരണ കുട്ടികള് എങ്ങനെയാണ്? നമ്മളെക്കാളും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് കുട്ടികളാണ്. കുട്ടികളുടെ പ്രായത്തിലാണ് വളർച്ച കൂടുതൽ എന്നൊക്കെ നമ്മൾ പറയും. അവർക്ക് ഹൈറ്റ് വെക്കുന്നു, വെയിറ്റ് വെക്കുന്നു, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് കഴിക്കണം? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ? ഗ്രോ ചെയ്യുള്ളൂ. Preschool children needs to get lot of nutrients and energy from their food as they are growing and developing speedily as they have small stomach. Okay, നോക്കി നമ്മുടെ കുട്ടികൾ പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് 3 to 6 years ഉള്ള കുട്ടികളാണ് പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാണ്, കുഞ്ഞു വയറല്ലേ. ഈ കുഞ്ഞു വയറിന് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കാതെ അവർക്ക് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ട്രൈ ചെയ്യാം. ഇതാണ് ചെറിയ വയറാണ്, ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ട്രൈ ചെയ്യാം. അതേപോലെ ഇടവേളകളിൽ ഭക്ഷണം കൊടുക്കണം കുട്ടികൾക്ക്. ഒരുമിച്ച് ഒറ്റയടിക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അല്ലാതെ ഒരു ഇടവേളകളിൽ ഭക്ഷണം കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്, ഒരു 11 o'clock ഒക്കെ ആവുമ്പോ ഒരു ടിഫിൻ, അത് ടിഫിൻ എഗ് ആവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, എന്തോ ആവട്ടെ ടിഫിൻ കൊടുക്കുക. അല്ലാതെ ബിസ്ക്കറ്റും ചിപ്സ് ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ.
ഞാൻ പറഞ്ഞത് ഫ്രൂട്ട്സ് തന്നെ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം, അല്ലെങ്കിൽ എഗ് കൊടുക്കുക അങ്ങനെ. അത് കഴിയുമ്പോ ലഞ്ച്, ദെൻ ഈവനിങ് ഒരു സ്നാക്സ്. അതും അധികം എണ്ണയിൽ വറക്കാത്ത പൊരിക്കാത്ത സ്നാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനത്തെ ആ ടൈപ്പ് ഫുഡ് ആയിരിക്കും. അല്ല, നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊഴുക്കട്ട എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ നാട്ടില്. ഒരു അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അല്ലെങ്കിൽ ഇലയപ്പം, ഇല വെച്ചിട്ട് ഒരു ചെറിയ അപ്പം ചൂടും, അത് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ സ്നാക്സ് കൊടുത്തല്ലോ, ഒരു 7-8 മണിക്കുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കാം, ലഞ്ചും കൊടുക്കാം. അപ്പൊ അത്യാവശ്യം അവരുടെ സ്റ്റൊമക്ക് ഉണ്ടായിട്ടുണ്ട്, ഫിൽ ആയിട്ടുണ്ട്. The food they eat should provide energy, nutrition in compact form. നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് കുട്ടികളിൽ എന്താണ്, നല്ല എനർജിയും നല്ല ന്യൂട്രീഷൻസും കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവാന്ന് അറിയാവോ, നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് ന്യൂട്രീഷൻസ് ഇല്ലാന്ന്? അത് നമ്മുടെ ഡോക്ടർമാര് പറയും. ഡോക്ടർ നമ്മൾ കാണാൻ പോകുമ്പോൾ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാന്ന് പറയും. അപ്പൊ നമ്മൾ ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ 3 നേരം ഇവന് ചോറ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എന്താണ് ഇവനിങ്ങനെ ചോദിക്കും. അപ്പൊ 3 നേരവും നിങ്ങൾ ഫുഡ് അരി ഭക്ഷണമാണോ കൊടുക്കണേന്ന് ചോദിക്കുമ്പോ അതൊരു അത്ഭുതമാണ്. കാരണം എന്താണ്, 3 നേരം അരി ഭക്ഷണം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ന്യൂട്രീഷൻസ് ഒക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല. അവരുടെ വയർ എന്ന് പറഞ്ഞാൽ ചെറിയ വയറാണ്. അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താ പറയാ മീറ്റ്സും എഗ്ഗും പ്രോട്ടീനും എല്ലാം അവർക്ക് ആവശ്യമാണ് അവർക്ക് വളരാൻ വേണ്ടിയിട്ട്. സോ എല്ലാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ഫോമിൽ വേണം കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട്. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. ഞാന് വയനാട്ടിലാണ് എൻ്റെ വീട്. അപ്പം ഏകദേശം ഒരു ആദിവാസി മേഖലയാണ്. എല്ലാവർക്കും അറിയാം വയനാട് ആദിവാസി മേഖലയാണ്. പക്ഷേ എങ്കിൽ ഇതിപ്പോ ഞാൻ അവരെ മോശമായിട്ട് പറയുന്നല്ല, പക്ഷേ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ആദിവാസികൾക്ക് പോലും കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇമാതിരി ഒരു അസുഖങ്ങളും ഇല്ല. അവരുടെ തന്നെ കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഫിറ്റ് ആയിരിക്കും. ഒരു വയറ് ചാടിയ ഒരു ആദിവാസിനെ ഞാൻ എൻ്റെ പ്രദേശത്ത് കണ്ടിട്ടില്ല. എന്നു വെച്ചാല് അവരുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അത്രയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ്, അവരുടെ പരിസരത്തുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ അവരെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കുറെ ഭക്ഷണം അത് ഇതെല്ലാം കഴിച്ച് വയറും ചാടി ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീകളെ മനസ്സിലാവും. പക്ഷെ ഒരു ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം അവര് പ്രസവിച്ച് എണീറ്റതാണോ എന്ന് മനസ്സിലാവുക കൂടിയില്ല. അവര് പ്രസവം കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അവര് ഭക്ഷണം എന്ന് വെച്ചാൽ കുമ്പളങ്ങില്ലേ, നമ്മൾ സാധാരണ കുമ്പളങ്ങ അത് വേവിച്ചിട്ട് ഉടച്ച് കഴിക്കുക ചെയ്യാന്നാ ഞാൻ ഒരു ചേച്ചി പറഞ്ഞു എന്നോട്. എന്നുവെച്ചാൽ അത്രയും പെർഫെക്റ്റ് സാധനം പോലും ആ സാധനം നമുക്കത് സാമ്പാറിലിട്ട് തന്ന ഒരു കഷ്ണം കിട്ടിയാൽ എങ്ങനെയെങ്കിലും വിഴുങ്ങുക എന്നല്ലാണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിൽ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും ഫിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. ശരിയാണ്. നമ്മളുടെ എന്താ പറയാ ഫുഡ് ഹാബിറ്റ്സ് അതത്ര പ്രോപ്പർ ആണെന്ന് എനിക്കും അഭിപ്രായമില്ല. അതേപോലെ തന്നെ ഡെലിവറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണം. ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ഫുഡ് ഐറ്റംസ് നമ്മളോട് കഴിക്കാൻ പറയണം. ഫുഡ് ഐറ്റംസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പണ്ടത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അയൺ സപ്ലിമെന്റ്സോ കാൽസ്യത്തിന്റെ സപ്ലിമെന്റ്സോ കിട്ടാത്തൊരു ടൈം ആയിരുന്നു. നമ്മൾ ഒരു പാത്രം നിറച്ചും ചോറൊക്കെ കഴിക്കണമായിരുന്നു. ഇന്നത്തെ ആ പ്രശ്നം അങ്ങനെ ഇല്ല. കാരണം എന്താണ്, നമുക്ക് കാൽസ്യം ഇപ്പൊ എന്താണ് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമുക്കന്ന് കഞ്ഞിയും ചോറും എന്താ പറയുക ചമ്മന്തിയൊക്കെയാണ്, മുളകിന്റെ ഒക്കെ ചമ്മന്തി. അത് ഉണങ്ങാൻ നല്ലതായിരുന്നു. ഇവിടെ ഏത് ശാസ്ത്രീയപരമായി നോക്കിയാലും എന്ത് നോക്കിയാലും ചമ്മന്തി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് ഉണങ്ങൂല. ഇപ്പോഴത്തെ ആൾക്കാരെ കുറച്ചുകൂടി ജനറേഷൻ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തിരിച്ച് നമ്മളുടെ പാരന്റ്സിനോട് ചോദിക്കും എന്തുകൊണ്ട് ഇത് കഴിക്കണം, ഞാനത് കഴിക്കില്ല എന്ന് പറയും. അപ്പൊ ഞാൻ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്റെ വീട്ടിൽ എന്റെ അമ്മ എനിക്ക് ഇതേപോലെ ഒരു പാത്രം നിറച്ചും ചോറും അതേപോലെ തന്നെ എരിവുള്ള ഒരുപാട് കറികളും മുളക് ചാറ്, മീൻ ചാറ്, മീനൊക്കെ മുളകിൽ വെച്ചിട്ട് ഉണങ്ങാൻ നല്ലതാന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവിലൊക്കെയാണ് തന്നത്. എരിവെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ അങ്ങനെ കുറെ തന്നപ്പോ എനിക്ക് ഒട്ടും പറ്റില്ല. ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ എന്നെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ ബ്ലീഡിങ് പോലെ. നമ്മൾ ഭക്ഷണം കഴിച്ച് അത്
നമ്മള് എന്ത് ചെയ്യുമ്പോ ടോയ്ലറ്റ് ഒക്കെ പോകുമ്പോ ഭയങ്കര ബ്ലീഡിങ്. ഡോക്ടറെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മോളെ ഇങ്ങനെയല്ല ഫുഡ് കഴിക്കേണ്ടത്, മോള് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമില്ല, ബ്ലീഡിങ് ഒന്നും മാറിക്കോളും, പക്ഷെ എന്താണ് മോന്റെ ഫുഡിന്റെ ആ ഒരു പാറ്റേൺ മാറ്റണം, എന്നാൽ മാത്രമേ ഈ പ്രശ്നം കുറയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം ഞാൻ ഫുഡിന്റെ പാറ്റേൺ മാറ്റാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു മോൻ ഭക്ഷണം കഴിച്ചോ, ചോറ് കഴിച്ചോ, അത് ഉച്ചയ്ക്കും രാത്രി ചോറ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചോറ്, അങ്ങനെ ആയിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ മോൻ, അല്ലാത്ത സമയത്ത് രാവിലെ ആണെങ്കിൽ ഒരു പാത്രം ചെറുപയർ കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. ഒരു പാത്രം ചെറുപയർ എങ്ങനെ വേണേലും കഴിച്ചോ, ചെറുപയർ ഉപ്പില് വേവിച്ച് കഴിച്ചോ, അല്ലെങ്കിൽ ചെറുപയർ പായസം വെച്ച് കഴിച്ചോ, ചെറുപയർ മുളപ്പിച്ച് സാലഡ് പോലെ ഉണ്ടാക്കി കഴിച്ചോ, ഇങ്ങനെ വേണേലും കഴിച്ചോളാൻ പറഞ്ഞു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് നേരെ ഡയറ്റീഷ്യന്റെ അടുത്തേക്കാണ് വിട്ടത്, റെഫർ ചെയ്തത് ഡയറ്റീഷ്യന്റെ അടുത്തേക്കാണ് റെഫർ ചെയ്തത്. ഈ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റ് രീതിയിൽ നമുക്ക് ഫുഡ് അവര് പ്ലാൻ ചെയ്ത് തരും. അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ച് തണവുള്ള ടൈപ്പ് ഫുഡ് കഴിക്കാം, തൈര് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നോട്ട്. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു അമ്മ എന്നോട് തൈര് കഴിക്കി, ചീര കഴിക്കി, ചെറുപയർ കഴിക്കി, ഇത്തിരി ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആദ്യമൊന്നും സമ്മതിക്കില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. വേണ്ടാക്കുന്നത് നല്ല ഇങ്ങനെയാണ്. അതേപോലെ തന്നെ വേറെ എന്തോ മരുന്ന്, ആയുർവേദ മരുന്നാണ്, ലേഹ്യവും കഷായവും ഒക്കെ കഴിക്കാൻ പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞത്, ഈ സാധനങ്ങളൊക്കെ കഴിക്കാൻ നിർത്തിക്കോളാൻ പറഞ്ഞു. ഈ കുറെ ലേഹ്യങ്ങളും കഷായങ്ങളൊക്കെ കഴിപ്പിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അകത്തേക്കൊന്നും കഴിക്കില്ല, വേണമെങ്കിൽ കുഴമ്പൊക്കെ വേണമെങ്കിൽ കാലുമ്പേക്ക് തന്നു, അല്ലാതെ ഞാൻ ലേഹ്യം ഒന്നും കഴിക്കില്ല, ഡോക്ടർ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ വേറൊരു പരിപാടി ഉണ്ട്, എന്താണ് വേദകുഴി എന്നും പറഞ്ഞിട്ട് തളച്ച വെള്ളമായിരിക്കും നമ്മുടെ മേത്തേക്ക് ഒഴിക്കുന്നത്, പൊള്ളി പോകും. എന്താണ് വയറുണങ്ങാൻ വേണ്ടിയിട്ടാണ്, വയറ് കുറയാൻ വേണ്ടി, വയറ് വലിച്ചു കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് കുറയും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാല്, പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടവയർ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വയറില്ലേ പൂർണ്ണമായിട്ട് പോകും, നന്നായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ എപ്പോഴും നമ്മള് റൂമില് കിടക്കണം തന്നെ ഇല്ല, നമ്മൾ പുറത്ത് പോയി കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം, നടക്കാം. എന്റെ ഡോക്ടറില്ലേ ഇത്തിരി എന്താ പറയാ നല്ല കമ്പനിയാണ് ആള്, കുറച്ച് യങ്ങായിട്ടുള്ള ഡോക്ടറായിരുന്നു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് എന്റെ സിസേറിയനായിരുന്നു, ഞാൻ ആദ്യത്തെ സിസേറിയൻ കഴിയുമ്പോൾ നമുക്ക് പെയിൻ ആയതുകൊണ്ട് നമുക്ക് പെയിൻ അല്ല സൈലേഷൻ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും അറിയില്ല. രണ്ടാമത്തെ ദിവസം വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും നടന്നാ മതി വേദന മാറുമെന്ന് പറഞ്ഞു. രണ്ടിന്റെ അന്നാണ് പറഞ്ഞത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ പതുക്കെ ഈ എന്താണ് അതിന്റെ സൈഡിൽ കൂടെ ബെഡിന്റെ സൈഡിൽ കൂടെ പിടിച്ച് നടക്കണം. മൂന്നിന്റെ അന്ന് രാവിലെ റൗണ്ട്സ് വന്നപ്പോ ഡോക്ടർ കാണണം ഞാൻ കൈ വീശി നടന്നു വരുന്നതാ, ബാക്കി എല്ലാ കുട്ടികളും അമ്മമാര് ഹെൽപ്പോട് കൂടി നടന്നു വരുമ്പോ ഞാൻ കയ്യും വീശി നടന്നു വരണം. കുറഞ്ഞ ഞാൻ പറഞ്ഞു രാത്രിക്ക് കുറച്ച് നടന്നപ്പോ എനിക്ക് വേദന കുറഞ്ഞു. നടക്കാൻ പറഞ്ഞ എക്സസൈസ് ആണത്, നമ്മുടെ ബോഡിക്ക് വേണ്ട എക്സസൈസ് ആണ് ചെയ്തത്. നടന്ന ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാ കാട്ടണത്, അവര് പലതും പറയും, ഇവിടെ വന്നാണെങ്കിൽ നീ കിടക്ക് എന്ന് പറയും. അപ്പൊ സാധാരണ എന്റെ ഒപ്പം തന്നെ ഡെലിവറി കഴിഞ്ഞു വീടിന്റെ അടുത്തൊരു കൊച്ചിന് ഇതേപോലെ ഡെലിവറി ആയിട്ട് തന്നു. അതൊന്നും വെച്ചാൽ നടക്കൂലായിരുന്നു, ബെഡിൽ തന്നെ കിടക്കുള്ളായിരുന്നു. അപ്പൊ ആ ചേച്ചിക്ക് ഒരുപാട് നാള് കഴിഞ്ഞപ്പോ, ഒരുപാട് നാളൊന്നുമില്ല, കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടും നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, അതേപോലെ വയറ് ഭയങ്കരമായിട്ട് ചാടിയിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് നടക്കണ പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ സ്പീഡിൽ നടക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഇവര് പറഞ്ഞു മര്യാദക്ക് അന്ന് ഡോക്ടർ പറഞ്ഞ കേട്ടാൽ മതിയായിരുന്നു, നടന്നായിരുന്നെങ്കിൽ എന്റെ വയറ് നിന്നെ പോലെ ഇങ്ങനെ വലിയുമായിരുന്നു, അങ്ങനെ പറഞ്ഞു. വെച്ചാല് കുറയുമായിരുന്നു. ആ ചേച്ചിക്ക് ഒട്ടും പറ്റാണ്ട് വയറ് താഴത്തേക്ക് വീണ പോലെ ആയിപ്പോയിന്ന്. സെക്കൻഡ് ഡെലിവറി ആയിരുന്നു, എന്നിരുന്നാൽ പോലും ഭയങ്കരമായിട്ട് വയറൊക്കെ ചാടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം. അപ്പൊ നമ്മള് എന്താണ് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കാം. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ വീട്ടുകാര് പറയുന്ന പഴയ ഒരു രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കരുത്. അതേപോലെ കുട്ടികളുടെ കാര്യം പറയണമെന്ന് പറയണേ, ഈ കഷായങ്ങള് നമ്മൾ കഷായങ്ങളൊക്കെ കഴിക്കൂലേ, ശരിക്കും പറഞ്ഞ കഷായങ്ങളൊന്നും കഴിക്കേണ്ട കാര്യമില്ല. കഷായങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോ അവർക്ക് എന്ത് വരുന്നുണ്ട്, ദഹന പ്രശ്നം വരുന്നുണ്ട്, അവരുടെ ഹെൽത്തിന് പ്രശ്നം വരും. അപ്പം നമുക്ക് ഇങ്ങനെ തേട്ടി വരല്, അതേപോലെ തന്നെ ഗ്യാസ് കയറില്ല, അതൊക്കെ കുഞ്ഞു പിള്ളേരിൽ വരും. അപ്പൊ നമ്മൾ മാക്സിമം ഈ പല കഷായങ്ങളൊക്കെ കഴിക്കാതിരിക്കുക, പ്രോപ്പർ ആയിട്ട് നമുക്ക് തരുന്ന ഡയറ്റ് ഫോളോ ചെയ്യുക, മെഡിസിൻസ് കഴിക്കാം.
വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മാം, തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ ഒരു പൊടി തീറ്റൽ ഒരു മരുന്ന് തീറ്റ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ ചേച്ചിയൊക്കെ കഴിക്കുന്നത് ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഒരു മിഠായിയുടെ ഒന്നല്ല, നമുക്കൊരു പാത്രത്തിൽ തരും. അത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10-10:30 എവിടെയെങ്കിലും പോയിരുന്ന് തിന്നുക. ആ കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല. അതൊരു പാത്രത്തിൽ നിറച്ച് പൊടി ഉണ്ടാവും. പിന്നെ എന്തൊക്കെയോ കുറേ എണ്ണയൊക്കെ വരുന്ന ഒരു സൈസ് മരുന്നും ഉണ്ടാവും. ഞാൻ വയനാട്ടിലായതുകൊണ്ട് എനിക്കത് കാണുമ്പോഴേ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ നമ്മൾ പ്രസവം കഴിഞ്ഞതിന്റെ ആരോഗ്യരക്ഷ എന്നാ പറയണേ. പക്ഷെ അതൊന്നും കഴിക്കാതെയും എന്റെ ആരോഗ്യത്തിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ദൈവം സഹായിച്ചില്ല. പക്ഷെ അത് കഴിക്കുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യം. വെള്ളം കുടിക്കാൻ പറ്റാതെ, വെള്ളം കുടിക്കാൻ തരാതെ നമ്മളെ കൊണ്ട് അത് മൊത്തം കഴിപ്പിക്കുക. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്താണ് കഷായ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളി കഷായം, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. ഇതെല്ലാം എന്താണ് വേണ്ട, കാരണം അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക്. നമുക്കതിന് സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്, അയൺ എടുക്കുന്നുണ്ട്, കാൽസ്യം എടുക്കുന്നുണ്ട്. അയൺ കാൽസ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ നല്ല പാലുണ്ടാവും. അപ്പൊ അതേപോലെ ചെറുപയർ, അങ്ങനെ നമ്മുടെ ഹെൽത്തിന് നല്ലതെന്നുള്ളത് തോന്നുന്ന ഐറ്റംസ് മാത്രം എന്ത് ചെയ്യാം, കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ കഷായത്തിനോടും അതേപോലെ മരുന്നുകളോടും എനിക്ക് വലിയ താല്പര്യം ഇല്ല. ഓക്കെ, നോക്കാം നമുക്ക് കേട്ടോ. ക്വസ്റ്റനിലേക്ക് വരാം. Therefore, both parents and teachers must see that children get food required for their growth and power. അപ്പൊ കുട്ടികളുടെ ഇതിനു വേണ്ടിയിട്ട് ഗ്രോത്തിനും, ഒരു മിനിറ്റ്, ഫോംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. In lack of required measure of nutrition, the child face incapability to cope with the situation with this age demand. അവരുടെ ഏജ് ഡിമാൻഡ് ചെയ്യുന്ന വളർച്ച കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ ഏജിൽ ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം എന്ന് പറയുമ്പോൾ മാൽന്യൂട്രീഷൻസ് ആയിട്ടുള്ള കുട്ടികൾ, പോഷകാഹാര കുറവുള്ള കുട്ടികൾക്ക് അത്രയും വെയിറ്റും ഹൈറ്റും വെക്കണമെന്നില്ല. Therefore, both parents and children, നമ്മള് പാരന്റ്സും ടീച്ചേഴ്സും, നമ്മൾ ടീച്ചേഴ്സും must see that children get the food required for their growth and power. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ മൂടിയായിട്ടൊക്കെ രാവിലെ തന്നെ വന്നിരുന്ന് ഉറക്കം തൂങ്ങാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണക്കാണ്, അവരുടെ മുഖത്ത് ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ചോദിക്കണം, നീ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് സ്കിപ്പ് ചെയ്തോ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്ന് ചോദിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കാരണം എന്താണെന്ന് അറിയാം, അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. They should be give food with is wealthy in carbohydrate, protein, minerals and vitamins. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് എങ്ങനെയായിരിക്കണം, നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ത്രൂ food is highly required for normal functioning of human body and presentation of its health. The input of excessive quality of food will not more harm than good. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. ഫുഡ് അമൃതും കൂടുതലായി കഴിഞ്ഞാൽ വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരുപാട് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ പ്രോപ്പർ അളവിൽ വേണം നമ്മൾ ഈ ഫുഡ് കൊടുക്കാനായിട്ട്. The quantity of the food eaten is calculated in calories. നമ്മൾ ഇത്ര കാലറീസ് എന്നാ പറയുന്നത്. ഈ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫുഡ് അളക്കണം എങ്ങനെയാണ്, കാലറിയിലാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലറീസ് ആണ് എന്നൊക്കെ പറയും. The quantity required depends upon the various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process made which food is used in human body is called metabolism. എന്താണ് മെറ്റബോളിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ് അല്ലേ? ഒരു കെമിക്കൽ പ്രോസസ് ആണ്. ഫുഡിനെ എന്തായിട്ട് മാറ്റുന്നു, നമ്മൾ എനർജി ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ, മെറ്റബോളിസം എന്താന്നുള്ളത്. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം, ഞാൻ പറയുന്നത് കേട്ട് എഴുതിക്കോ. The chemical reaction
in the body, body cells that change food into energy. Okay. The chemical reaction in the body cells that change food into energy. ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച് നമ്മുടെ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന പല ഭാഗത്തും ഈ വേർഡ് പറഞ്ഞു പോകും. അപ്പൊ എന്താണ് മെറ്റബോളിസം എന്ന് നിങ്ങൾ ആരും മറക്കൂലല്ലോ. ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന മെറ്റബോളിസം എന്ന് പറയാം. അത് മാത്രം പഠിച്ചാ മതിയാ? പഠിക്കണം എന്നല്ല, മനസ്സിലാക്കി വെക്കാം. ഓക്കെ. മിസ്സസ് സെൽസ് എന്നാണോ പറഞ്ഞേ? ഇൻ ദ ബോഡി സെൽസ് എന്നാണോ പറഞ്ഞേ? സെൽസ് CELLS സെൽസ് കേട്ടോ. നമ്മളുടെ ഓരോ സെല്ലുണ്ടല്ലോ, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. മിസ്സേ ഒന്നും കൂടെ പറയൂ. മെസ്സേജ് കണ്ടോ മക്കള്? കണ്ടു മാം. ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പെല്ലിങ്ങും ഒക്കെ നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. പറയുമ്പോ അത്ര ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ മെറ്റബോളിസത്തിന്റെ അടിയിലായിട്ട് തന്നെ ഒന്ന് എഴുതി വെച്ചേക്കട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് ഫുഡിനെ എത്ര മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? കിട്ടിയിട്ടില്ല. എഴുതിയില്ലേ? ഇല്ല, അത് കിട്ടിയിട്ടില്ല. എനിക്കിവിടെ കിട്ടിയില്ല. The chemical reaction in the body cells that change food into energy. The chemical reaction in the body cells that change food into energy. Okay. മാം, ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി തരുമോ? ഒന്നും കൂടി പറയോ? നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ചിട്ട് ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഫുഡ് എനർജി ആയിട്ട് മാറ്റുന്ന പ്രോസസ്സ് കെമിക്കൽ പ്രോസസ്സ് നടന്നിട്ടാണ് ഈ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ എനർജി ആയിട്ടാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ മാം. നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. നമ്മൾ ഫുഡിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എനർജി ഗീവിംഗ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പിന്നെ എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എന്തൊക്കെയാണ്? എനർജി ഗീവിംഗ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എനർജി ഗീവിംഗ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്ന ഫുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ഗീവിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. എനർജി ഗീവിംഗ് ഫുഡ്സിന് എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്. അത് എനർജി ഗീവിംഗ് ഫുഡ്സ് ആണ്. പിന്നെ എന്താണ്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. നമ്മുടെ ബോഡി കുറച്ച് ബിൽഡ് ചെയ്യാനായിട്ട്, ഗ്രോ ചെയ്യാനായിട്ട്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി വേണ്ടേ? എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് അസുഖങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും പാത്തജൻസിൽ നിന്ന്, അല്ലെങ്കിൽ ആ അണുക്കളിൽ നിന്ന് നമുക്ക് എന്ത് വേണം? സംരക്ഷണം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ്സിനെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റത്താണ് നമ്മുടെ എനർജി ഗീവിംഗ് ഫുഡ്സ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി പുറത്തുനിന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് കൂടുതൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അതിന്റെ മലയാളം മീനിങ് പറയുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊന്ന്
ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നോട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. Energy giving food provide the body with the nutrients that help you to stay active and energized throughout the day. നമ്മൾ ഈ എനർജി ഗീവിംഗ് ഫുഡ് ആണ് നമ്മൾ ഡെയിലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും നല്ല ചുറുചുറുക്കോടെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഫുഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി ഗീവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. The nutrients includes ഏതെല്ലാമാണ് എനർജി ഗീവിംഗ് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസ് എന്നാ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ. The body use energy for many functions. നമ്മുടെ ബോഡി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എനർജി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മെറ്റബോളിസം ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടി, ഫിസിക്കൽ ടാസ്ക്, അധ്വാനം ആവശ്യമുള്ള ടാസ്കുകൾ, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ബ്രീത്തിങ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലേറ്റിംഗ് ഹാർട്ട്, അതേപോലെ ഹെഡ് ഒക്കെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞുള്ള എനർജി സപ്ലയേഴ്സ് വേണം. എനർജി ഗീവിംഗ് ഫുഡ് ആവശ്യമാണ്. നമ്മൾ നോക്കുക ഏതെല്ലാമാണ് എനർജി ഗീവിംഗ് ഫുഡ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. എനർജി സപ്ലയേഴ്സ് ഫോംസ് എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു സിഗ്നിഫിക്കന്റ് പാർട്സ് ആണ് ഈ പറഞ്ഞുള്ള എനർജി സപ്ലയേഴ്സ് എന്നുള്ളത്. വീറ്റ്, മാസി, സ്ട്രാച്ചി, വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ, etc. are some examples of these types of foods. ഏതൊക്കെയാണ്? ഗോതമ്പ്, മാസി, വെജിറ്റബിൾസ്, പൾസസ്, കരിമ്പ്, ജാഗ്രി എന്ന് പറയുന്ന ശർക്കര, ബട്ടർ, ഗീ ഒക്കെ നമുക്ക് എനർജി തരുന്ന ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആണ്. The food supply energy to the body and keep it warm and active. നമ്മളെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കി നിർത്താനും വാം ആക്കി നിർത്താൻ, നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ എനർജി സപ്ലയേഴ്സ് അല്ലെങ്കിൽ എനർജി ഗീവിംഗ് ഫുഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ബോഡി. എക്സ്ക്യൂസ് മീ മാം, ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി പറയോ? ഇറ്റ് പ്രൊവൈഡ്. എന്താണ് ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി പറയോ? ഈ ടെസ്റ്റിൽ വായിച്ചാണോ നമ്മള്? അല്ല അല്ല അല്ല, മറ്റേത്. ഓക്കെ. എനർജി ഗീവിംഗ് ഫുഡ് പ്രൊവൈഡ്സ് the body with nutrition that help you to stay active. അതങ്ങനെയല്ല, നോട്ട് ആയിട്ട് എഴുതിയെടുക്കുക നിങ്ങൾ. ടു സ്റ്റേ ആക്റ്റീവ് എന്നുള്ളത് എഴുതാം. അതേപോലെ എനർജൈസ്ഡ് ത്രൂ ഔട്ട് ദ ഡേ, നമ്മൾ കൂടുതലായിട്ട് എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നോട്ട് ഞാൻ പറഞ്ഞു തരില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഈ മെറ്റബോളിസത്തിന്റെ ഡെഫിനിഷൻ നമ്മുടെ ടെസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് മെറ്റബോളിസം ഞാൻ എടുത്ത് പറഞ്ഞത്. ഈ നോട്ട്സ് നമുക്ക് തരാൻ പാടില്ല. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ ലെക്ചർ നോട്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി എന്നുള്ളത് നിങ്ങളാണ് എഴുതിയെടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ വലുതായി വലിയ കുട്ടികളായി ടീച്ചേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ നമ്മള് ലെക്ചർ നോട്ടാണ് എഴുതിയെടുക്കേണ്ടത്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായി എന്നുള്ളത് നിങ്ങളാണ് എഴുതിയെടുക്കേണ്ടത്. നമ്മളിപ്പോ ഞങ്ങൾ പറയുന്ന നോട്ട്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഞങ്ങൾ കുറച്ച് ഊന്നൽ ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? ലെക്ചർ നോട്ട് എഴുതാം. എനിക്ക് നോട്ട് തരുന്നതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി പഠിക്കേണ്ടതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് അതേപോലത്തെയാണ്, മോണ്ടിസോറി ആണ്. ഇപ്പോ നമ്മൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എ റെഫറൻസ് ആണ്. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതി വെക്കാം. അതേപോലെ തന്നെ ടെസ്റ്റ് എക്സാമിനൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ കറക്റ്റ് നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങൾ ഏകദേശം നമ്മള് എന്താ പറയാ എക്സാമിന് വരുന്ന രീതിയിലുള്ള എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിക്കാം. ടീച്ചിങ് മെത്തേഡ് വ്യത്യാസമുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട്. ആദ്യം ഒരു 2-3 ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും
ഈ ഫസ്റ്റ് യൂണിറ്റ് എനിക്ക് അത്ര പാടായിട്ട് തോന്നുന്നില്ല. നമ്മളെ ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി അതേപോലെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒക്കെ വരുമ്പോ കുറച്ച് മാറ്റങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന സാധാരണ ലെക്ചർ നോട്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡെഫിനിഷൻ ഒക്കെ ആയിട്ട് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂലേ പണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് വെക്കേണ്ടത്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് വേണം, ധാരണ വേണം. എന്നിട്ടാണ് നിങ്ങൾ അവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങൾ ചോദിച്ചതും കൊണ്ടൊന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ക്ലാസ് കഴിയുമ്പോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാ, വായിച്ചു നോക്കാം. ഇന്ന് എന്തെല്ലാം ക്ലാസ്സിലാണ് എടുത്തത് ടീച്ചർ, എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനർജി ഗിവിംഗ് ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഫുഡിനെ കുറിച്ച് പറഞ്ഞു, ഹെൽത്തി ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞു, അൺഹെൽത്തി ഫുഡ്സിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, റെഫർ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാ ടീച്ചേഴ്സിന്റെയും ലെക്ചർ നോട്ടുകൾ എഴുതാം. ഇതൊന്നും എക്സാമിന് വരൂല എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ഇല്ലേ? എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ഇല്ലേ? അപ്പൊ എക്സാമിന് വരൂല എന്നാ പറയണേ? എക്സാമിന് വരുമെന്നാ പറയണേ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എടുക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പൊ ഡെഫിനേഷൻ ഒക്കെ കാണാപ്പാടം പഠിക്കണ്ട. നിങ്ങള് ഡെഫിനേഷൻ ഒന്നും എന്ത് ചെയ്യണ്ട, കാണാപ്പാടം പഠിക്കണ്ട. എന്താണ് നമുക്ക് വരുന്ന എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് ഇടും, കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന്. ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആണോ മാം? വൺ വേർഡ് ആണ്, ഫുൾ വൺ വേർഡ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്സ് അല്ലേ പറഞ്ഞത്? ഒബ്ജക്റ്റീവ് ടൈപ്സ് അല്ലേ വൺ വേർഡ്സ് എന്ന് പറഞ്ഞാല്? ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് എന്തിലേക്ക് ചെയ്യാം. PSC ഒക്കെ കണ്ടിട്ടില്ലേ? PSC ഒക്കെ കുട്ടികളാണ് നിങ്ങള് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ വരുന്നത് അതേപോലെയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. ഓക്കെ മാം. ഇനി പറയാൻ പോകുന്നത് എക്സാം നടക്കുമോ മാം? എന്താണ്, നമുക്ക് അതിന്റെ ഒരു ട്രയൽ ആയിട്ട് എക്സാം നിങ്ങൾ ചെയ്യുമോ? കാരണം നമുക്ക് നമ്മള് മോക്ക് ടെസ്റ്റ് അതിന് വേണ്ടിയിട്ട് തരണേട്ടാ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് എന്നുള്ള ചിത്രത്തില് നമുക്കത് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെക്കാം. ഒരു ബുക്ക് എടുക്കാം, എല്ലാ ടീച്ചർമാരും തരും. ഞാൻ അധികം ആരോടും പറയാറൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ബുക്ക് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി സൂക്ഷിക്കാനുള്ള ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കാം. എന്നിട്ട് മോക്ക് ടെസ്റ്റിലോ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ബുക്കിൽ എഴുതി വെക്കാം. അതേപോലെ ഞാനൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു 10ഓ 15ഓ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോഡൽ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ. ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കേട്ടോ, സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഇനി പറയാൻ പോകുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആണ്. ബിൽഡിംഗ് ഫുഡ്സ് ആർ ദ ഫുഡ് ദാറ്റ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻ ഓക്കെ നോക്കാം കേട്ടോ. ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആർ ദ ഫുഡ്സ്. മിസ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ടെസ്റ്റില് ഇവിടെ കൊടുത്തിരിക്കണതാണോ ഇപ്പൊ വായിക്കണത്? അല്ല, ടെസ്റ്റിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. ആദ്യം പറയുന്നതൊക്കെ പുറത്തുനിന്നായിരിക്കും. ടെസ്റ്റിൽ നിന്നാവുമ്പോ ഞാൻ ടെസ്റ്റിൽ നിന്ന് വായിക്കാൻ പറയും. ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആർ ദ ഫുഡ് ദാറ്റ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. ലെക്ചറിനോട്ട് ഏതാന്നൊക്കെ അറിഞ്ഞോളി, ഞാൻ പറഞ്ഞുതരാം. ഈ ബോഡി ബിൽഡിംഗ് ഫുഡ്സിന് നേരെ കോമിഡാ, റിച്ച് ഇൻ പ്രോട്ടീൻ. എന്താണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സിൽ ഏറ്റവും കൂടുതൽ എത്താനുള്ളത് പ്രോട്ടീൻ ആണ്.
ഉള്ളത്. ഓക്കെ, ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ദാറ്റ് ഹെൽപ്സ് ദ ബോഡി ടു ഗ്രോ ആൻഡ് റിപ്പയർ സെൽസ്. നമ്മുടെ ബോഡി ഗ്രോ ചെയ്യാനായിട്ട്, വളർച്ചയ്ക്കും റിപ്പയർ ചെയ്യാനും നമുക്ക് എന്താവശ്യമാണ്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആവശ്യമാണ്. സോ കോം ഇട്ടിട്ട് എന്ത് എഴുതാം? ബോഡി ഗ്രോ ആൻഡ് റിപ്പയർ സെൽസ്, ഹെൽപ്സ് ദ ബോഡി ടു ഗ്രോ ആൻഡ് റിപ്പയർ സെൽസ്. ദെൻ പറയുന്നത് എന്താണ്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്ത? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചോളണം. കേട്ടല്ല? നോക്കാം. These types of food that contains ടെസ്റ്റിലത്തെയാണ് nutrients which are required to make the body and replace worm out of issues. നമ്മളുടെ ബോഡി റിപ്പയർ ചെയ്യാനും അതേപോലെ ഗ്രോ ചെയ്യാനും നമുക്ക് ഏത് ഫുഡ് ഐറ്റംസ് വേണം? ബോഡി ബിൽഡിംഗ് ഫുഡ്സ് വേണം. മീറ്റ്, ഫിഷ്, മിൽക്ക്, ഫാറ്റ് ആണ്, ഫാറ്റ് പ്രൊഡക്റ്റ് ആണ്. ഫാറ്റ്സ് അല്ല, ഫാറ്റ് പ്രൊഡക്റ്റ്. അതേപോലെ ഡ്രൈഡ് ബീൻസ്, പീസ്, നട്ട്സ്, സിറിൽസ്, ധാന്യങ്ങള് എല്ലാം ഈ ബോഡി ബിൽഡിംഗ് ഫുഡ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആർ ദ ഫുഡ്സ് ദാറ്റ് കണ്ടെയ്ൻ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ. പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്, ആൻഡ് ഹെൽപ്സ് ദ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡെഫിഷ്യൻസി, ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻസ്. നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും, ചില മിനറൽസും വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അതിൽ നിന്നൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഒരു പ്രാവശ്യം കൂടെ പറയാമോ? ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസും മിനറൽസും ഉണ്ട്. അതേപോലെ നല്ല വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി, ഡെഫിഷ്യൻസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഹെൽപ്സ് ബിൽഡ് ഹെൽത്തി സെൽസ് ആൻഡ് ടിഷ്യൂസ്. നമ്മുടെ സെൽസിനും ടിഷ്യൂസും ഹെൽത്തി ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ ബോൺസിന്റെ ഗ്രോത്ത്, മസിൽസ്, ടീത്ത് ഒക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ഓൾസോ ഹെൽപ്പ് മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇൻഫെക്ഷൻസിൽ നിന്ന് കോമ്പാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷനോട് മത്സരിക്കാനൊക്കെ ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ലെക്ചർ നോട്ട് ക്ലാസ്സിൽ എഴുതിയെടുത്തില്ലെങ്കിൽ ഒന്നും കൂടി എന്താണ് ഈ നോട്ടിന്റെ പോർഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പറയുമ്പോ തന്നെ സ്പീഡിൽ എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിലേക്ക് നോക്കാം. പ്രൊട്ടക്റ്റീവ് ഫുഡ് സ്റ്റഫ് കണ്ടെയ്ൻസ് പ്രൊട്ടക്റ്റീവ് എസെൻഷ്യൽ സബ്സ്റ്റൻസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, green leafy fish, milk, egg, etc. includes protective essence. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പച്ചക്കറികള്, ഫ്രഷ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങള്, പച്ച നിറത്തിലുള്ള ലീഫി വെജിറ്റബിൾസ്, ലീഫുകള്, ഫിഷ്, മിൽക്ക്, എഗ് എല്ലാം പ്രൊട്ടക്റ്റീവ് ഫുഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ 3 ടൈപ്സ് ഫുഡ്സിനെ കുറിച്ച് പഠിച്ചു. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഐറ്റംസിനെയാണ് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. ബോഡിയുടെ ഗ്രോത്തിന് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസിനെയാണ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. മറ്റു അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ എടുത്തത്. ഏകദേശം എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞ ടോപ്പിക്കുകള്, ഇന്ന് കവർ ചെയ്ത ടോപ്പിക്കുകള്? സൈൻ ഔട്ടിന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ?
മാം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. ഇതിന് മുന്നേ എത്ര ക്ലാസ് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കില് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളായിരുന്നു. ബാക്കി ക്ലാസ്സുകൾ ഉണ്ടാവില്ല. മൺഡേ മുതൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൺഡേ, തേഴ്സ്ഡേ ഇത് 4ാമത്തെ ക്ലാസ് ആണ്. 3 ക്ലാസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നോക്കിക്കഴിഞ്ഞാല് ഈ ആഴ്ചത്തെ ക്ലാസ്സുകൾ ഓരോന്ന് കണ്ടു നോക്കാം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഓരോ ക്ലാസ്സും ഓരോ ടീച്ചേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ഹാൻഡിൽ ചെയ്യുന്ന പോർഷൻസ് ഡിഫറെന്റ് ആണ്. ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ നല്ലതായിരിക്കും. ക്ലാസ്സിന് നോട്ട്സ് എഴുതണമെന്നുണ്ടോ മിസ്സേ? ഒരേ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സിന് നോട്ട്സ് എഴുതണമെന്നുണ്ടോ? ശരിയാണ്. കാരണം എല്ലാവർക്കും 4 ടീച്ചേഴ്സിന് 4 നോട്ട്ബുക്ക് ഉള്ളത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു വലിയ ബുക്കാണെങ്കിൽ 2 ടീച്ചേഴ്സിനുള്ള നോട്ട്സുകൾ വെക്കാം. കാരണം ഇംഗ്ലീഷിനൊക്കെ സെപ്പറേറ്റ് നോട്ട് തന്നെ വേണം. ടീച്ചറിന്റെ ക്ലാസ്സിന് നോട്ട് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ടെസ്റ്റ് അവൈലബിൾ അല്ലേ? ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ? കിട്ടുന്നതേ ഉള്ളൂ. കിട്ടിയിട്ടില്ല. ഓർഡർ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഓർഡർ കൊടുക്കാൻ ടെസ്റ്റ് വാങ്ങിക്കാം. ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോട്ട് നിർബന്ധിക്കില്ല. ടെസ്റ്റിന്റെ സൈഡിൽ തന്നെ എഴുതി വെക്കണം നല്ലതായിരിക്കും. അല്ല ടെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് കമ്പൽസറി ആയിട്ട് എഴുതാൻ നല്ലതായിരിക്കും. ഓക്കെ, സൈൻ ഔട്ട് എന്നാരാ പറയുന്നേ? രീതികളൊന്നും എനിക്കറിയില്ല കേട്ടോ മിസ്സേ. എന്താ പറഞ്ഞേ? 2 ഡെഫിഷ്യൻസി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേനോ? അത് നിങ്ങളല്ലേനോ പറഞ്ഞത്? നിങ്ങളേനോ? പറഞ്ഞേ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ 2 ഡെഫിഷ്യൻസി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞത് മിസ്സായിരുന്നോ? അല്ല, ഈ മിസ് അല്ല. മിസ് മീൽ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞു. ഓക്കെ, അത് ആതിര മിസ് ആണ് പറഞ്ഞത്. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ സൈൻ ഇൻ, സൈൻ ഔട്ട്, പ്രെയർ ഒക്കെ കമ്പൽസറി ആണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് നോക്കിയിട്ട് നോട്ട് എഴുതി എടുക്കാൻ പറ്റുമോ? എല്ലാ സബ്ജക്റ്റും നോക്കാൻ